ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ പ്രധാനമാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിതൊന്നും ലൈഫിൽ ചെയ്യാറില്ല എന്നാണ് നമ്മുടെ ഒരു വിചാരം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ, റിയൽ ലൈഫിൽ, ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ഡെയിലി റൂട്ടീനിൽ തന്നെ ഒരുപാട് ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടീനോട് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മുടെ മുഖം നോക്കിയിട്ടുണ്ടാവും ഇല്ല? നമ്മൾ അത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ മാറിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഒരു മാങ്ങ കഴിക്കുമ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ, ഒരു മാങ്ങ കഴിക്കുകയാണ്, അപ്പോൾ നമ്മളെങ്ങനെയായിരിക്കും കഴിക്കുക? വെറുതെ ഇങ്ങനെ ഒരു നോർമലായി അല്ല അല്ലേ? അതല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്നൊരു അപകടം കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പ്രഷൻ ഇടുക? വെറുതെ അങ്ങനെ തന്നെ നിൽക്കായിരിക്കുമോ? അല്ല. ഒരു പെട്ടെന്ന് ഒരു അപകടം കാണാം, അല്ലെങ്കിൽ ഒരാൾ വീഴാണ്, പെട്ടെന്ന് നമ്മുടെ എക്സ്പ്രഷൻ ജസ്റ്റേഴ്സ് മാറും അല്ലേ? ചിലപ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെക്കും അല്ലേ? അപ്പം അവിടെ തന്നെ മാറി. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു എരു കഴിച്ച് അല്ലേ, കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ മാറിയില്ലേ? ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുക? സമൂഹത്തിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിൽ, ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു ടീച്ചർ വന്നു, ഒരു ട്രെയിനർ വന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ എക്സ്പ്രഷൻ, ആളുടെ മുഖത്ത് ഒരു മുഖഭാവത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് എത്ര ബോറായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എക്സ്പ്രഷൻ ഉണ്ട്, ആ എക്സ്പ്രഷൻ ഒന്ന് ഇട്ടാൽ മതി. നമ്മൾ വിചാരിക്കുന്ന ഈ എക്സ്പ്രഷൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളിത് ഡെയിലി ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതൊന്ന് ഇടാൻ വേണ്ടിയിട്ടൊന്ന് ഒരു അവയർനെസ് മാത്രം മതി എന്നുള്ളതാണ്.